ജൂൺ 13, 2019 സമയം രാവിലെ ഒരു 11:30 ആയിട്ടുണ്ടാവും. 60 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെത്തിയ അവർ തൻ്റെ മുന്നിൽ കണ്ട പോലീസുകാരനോട് പറഞ്ഞു, എൻ്റെ പേര് വത്സല എന്നാണ്, എനിക്കൊരു പരാതി തരാനുണ്ട് എന്ന്. എന്താണമ്മ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകളെയും മകളുടെ മകളെയും കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. മകളുടെ ഫോൺ നമ്പറിലേക്ക് എത്ര വിളിച്ചിട്ടും ഫോൺ റിംഗ് ആവുന്നില്ല. അവരെക്കുറിച്ച് യാതൊരു കാര്യവും എനിക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. അവരെ ഒന്ന് അന്വേഷിക്കണം. ഇതാണ് ആ അമ്മ പോലീസുകാരോട് പറഞ്ഞത്. സംഭവം കുറച്ച് സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ ആ അമ്മയെ ഇരിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. മകൾ എന്താണ് അവസാനമായിട്ട് പറഞ്ഞത്, എപ്പോഴാണ് മകളെ അവസാനമായിട്ട് കണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുകാർ ആ അമ്മയോട് ചോദിച്ചത്. ഇതിന് മറുപടിയായിട്ട് ആ അമ്മ പറഞ്ഞ കാര്യം, എൻ്റെ മകളുടെ പേര് മഞ്ജുഷ എന്നാണ്. അവൾക്ക് +1 പഠിക്കുന്ന 16 വയസ്സുള്ള മീര എന്ന പേരിലൊരു മകളുണ്ട്. മഞ്ജുഷയുടെ ഭർത്താവ് 2 വർഷം മുമ്പ് മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മഞ്ജുഷയും മകളായിട്ടുള്ള മീരയും നെടുമങ്ങാട് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിച്ചു വരുന്നത്. ജൂൺ 10, 2019 രാത്രി ഒരു 11:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് മഞ്ജുഷ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത്, അമ്മ, എൻ്റെ മകളായിട്ടുള്ള മീര ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ്. 16 വയസ്സുള്ള മീരയും കാമുകനും കൂടെ തിരുപ്പതിയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അവരെ അന്വേഷിക്കാനായിട്ട് തിരുപ്പതിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മഞ്ജുഷ ഫോൺ കട്ട് ചെയ്തു. ശേഷം 11-ാം തീയതി രാവിലെ വത്സല എന്ന മഞ്ജുഷയുടെ അമ്മ മഞ്ജുഷയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിളിച്ച സമയത്ത് മഞ്ജുഷ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തും, എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് വീണ്ടും മഞ്ജുഷ ഫോൺ കട്ട് ചെയ്തു. ഇതാണ് ഞാൻ എൻ്റെ മകളോട് അവസാനമായിട്ട് സംസാരിച്ച കാര്യം. ഇതിന് ശേഷം ഞാൻ വീണ്ടും ഒരുപാട് തവണ എൻ്റെ മകളെ വിളിച്ചു നോക്കി, കാര്യം എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്രയൊക്കെ വിളിച്ചിട്ടും ഫോൺ റിങ് ചെയ്യുന്നില്ല. എൻ്റെ മകൾക്കും മകളുടെ മകളായിട്ടുള്ള മീരയ്ക്കും എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതാലോചിച്ച് പേടിച്ചിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നും വത്സല എന്ന ആ അമ്മ പോലീസുകാരോട് പറഞ്ഞു. ജൂൺ 13, 2019 നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ ആരംഭിച്ച പോലീസുകാർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു എത്ര ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത് എന്ന്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച, ആരും പ്രതീക്ഷിക്കാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് കോടതി പോലും പറഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. മഞ്ജുഷയുടെയും മകളായിട്ടുള്ള മീരയുടെയും മിസ്സിംഗ് കേസിൻ്റെ അന്വേഷണം ആരംഭിച്ച പോലീസുകാർ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിച്ചത് മഞ്ജുഷയുടെ ജീവിത രീതിയെക്കുറിച്ചാണ്. നെടുമങ്ങാട് തെക്കുംകര എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ജുഷ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിന് പരിസരത്തുള്ള വീടുകളിലേക്കെല്ലാം തന്നെ പോലീസുകാർ പോയിട്ട് മഞ്ജുഷയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാണ്. ഈ പറയുന്ന മീര എന്ന പേരുള്ള കുട്ടിയെക്കുറിച്ചും മഞ്ജുഷയെക്കുറിച്ചും മകളെക്കുറിച്ചും അയൽവക്കക്കാർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യം, വളരെ സാധു സ്ത്രീയാണ് മഞ്ജുഷ, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, അങ്ങനെ സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയൊന്നും അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അത് മാത്രമല്ലാതെ മഞ്ജുഷയുടെ മകളായിട്ടുള്ള മീര കൂടുതൽ സമയവും മഞ്ജുഷയുടെ അമ്മയുടെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മാത്രമേ ഈ വീട്ടിലേക്ക് വരുള്ളൂ. ചിലപ്പോൾ രാത്രിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോകും, പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ അരികിലേക്ക് വരും. ഇങ്ങനെയൊക്കെയാണ് മീര ചെയ്തു വന്നത്. മഞ്ജുഷയുടെ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായില്ലേ, അതുകൊണ്ട് മഞ്ജുഷയ്ക്ക് മറ്റാരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത്, ഇങ്ങനെ അടുപ്പമുള്ള കാര്യമൊന്നും അറിയില്ല, പക്ഷേ ഒരു അനീഷ് എന്ന പേരുള്ള ഒരാളുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു. ഈ അനീഷ് മഞ്ജുഷ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാറിയിട്ടാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അനീഷിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ ഇവരെവിടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ച് പോലീസുകാർ നേരെ അനീഷിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പോലീസുകാർക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്, അനീഷ് ഈ പറയുന്ന 10-ാം തീയതി മുതൽ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ്. അതായത് മഞ്ജുഷ മകളെ അന്വേഷിക്കാനായിട്ട് തിരുപ്പതിയിലേക്ക് പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ആ ദിവസം മുതൽ അനീഷിനെയും കാണാനില്ല. ഇതുകൂടെ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായി. ഈ കേസിൽ എന്തെല്ലാമോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു. അങ്ങനെ ഈ പറയുന്ന മഞ്ജുഷയുടെ ടവർ ലൊക്കേഷൻ എവിടെയാണെന്നും അനീഷ് എന്ന് പറയുന്നവൻ്റെ ടവർ ലൊക്കേഷൻ എവിടെയാണെന്നും പോലീസുകാർ പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും നാഗർകോവിലിലെ ഒരു ലോഡ്ജിൻ്റെ ഭാഗത്താണ് ഇവരുടെ ഈ ഒരു ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അനീഷിൻ്റെയും മഞ്ജുഷയുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരേ ഭാഗത്താണ് കാണിക്കുന്നത് എന്നത് മാത്രമല്ലാതെ ഇവർ ഫോൺ വിളിച്ചപ്പോൾ, അതായത് മഞ്ജുഷ അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞത്,
തിരുപ്പതിയിലേക്ക് പോവുകയാണ് എന്നതാണ്. എന്നാൽ അവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നതോ നാഗർകോവിലും. അതെ, മഞ്ജുഷ സ്വന്തം അമ്മയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതെല്ലാം തന്നെ നുണകളായിരുന്നു. എന്തായാലും പോലീസുകാർ നേരെ ഇവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു ലോഡ്ജ് തന്നെയായിരുന്നു. ഈ പറയുന്ന ലോഡ്ജിൻ്റെ റിസപ്ഷനിൽ ചെന്നിട്ട് ഇവരുടെ ഫോട്ടോ കാണിച്ച് ഇവർ രണ്ടുപേരും ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അതെ, അവരിവിടെ റൂം എടുത്തിട്ടുണ്ട് എന്ന്. ശേഷം അവർ താമസിക്കുന്ന ആ റൂം നമ്പർ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പോലീസുകാർ നേരെ അവരുടെ മുറിയുടെ വെളിയിലെത്തി. ശേഷം വാതിലിൽ തട്ടാനായി തുടങ്ങി. പോലീസുകാരുടെ സംശയമെല്ലാം ശരിയായിരുന്നു. ആ റൂമിൻ്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നത് മഞ്ജുഷയും അനീഷുമാണ്. പെട്ടെന്ന് പോലീസുകാരെ കണ്ടപ്പോൾ മഞ്ജുഷയും അനീഷും ഒന്ന് ഞെട്ടി. ശേഷം പോലീസുകാർ മഞ്ജുഷയോട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ മകളായിട്ടുള്ള മീര എന്ന്. സർ, അവളെ അന്വേഷിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ അവളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നെല്ലാമാണ് രണ്ടുപേരും പോലീസിനോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം വിശ്വസിക്കാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല. പോലീസുകാർ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൂടുതൽ ചോദ്യം ചെയ്തു. ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ മഞ്ജുഷ പോലീസുകാരോട് പറഞ്ഞത് എൻ്റെ മകൾ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ് എന്നാണ്. ജൂൺ 10, 2019 ആ ദിവസം ഉച്ചയോടടുക്കുന്ന സമയത്ത് മഞ്ജുഷയും മകളായിട്ടുള്ള മീരയും ഒരു കാര്യത്തെ ചൊല്ലിയിട്ട് വഴക്കുണ്ടാക്കുന്നു. ശേഷം മീര അമ്മയോട് ദേഷ്യപ്പെട്ട് വീടിൻ്റെ റൂമിനകത്തേക്ക് കയറുന്നു. ആ റൂമിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിടുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മഞ്ജുഷ വാതിൽ തുറക്ക് എന്ന് മകളോട് പറഞ്ഞ് ഇങ്ങനെ ആ വാതിൽ തട്ടാനായി തുടങ്ങി. പക്ഷേ ഒരുപാട് തവണ തട്ടിയിട്ടും മീര വാതിൽ തുറന്നില്ല. മഞ്ജുഷ നേരെ ആ വീടിൻ്റെ വെളിയിലൂടെ പോയിട്ട് ആ റൂമിൻ്റെ ജനലിൻ്റെ ഭാഗം തുറന്നു നോക്കിയപ്പോൾ ആ റൂമിനുള്ളിൽ മീര സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നതാണ് മഞ്ജുഷ കാണുന്നത്. മകൾ ജീവൻ അവസാനിപ്പിച്ച ഈ കാഴ്ച കണ്ടപ്പോൾ മഞ്ജുഷ പെട്ടെന്ന് വല്ലാതെ പേടിച്ചുവെങ്കിലും മഞ്ജുഷ ആ സമയത്ത് ചിന്തിച്ചത് ഞാൻ കാരണമല്ലേ മകൾ ഇത്തരത്തിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചത്. ഒരു പക്ഷേ നാളെ ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മകളെ ഇല്ലാതാക്കി എന്നായിരിക്കും എല്ലാവരും വെളിയിൽ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ മകളുടെ ആ ഒരു ശരീരത്തെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക്, ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള അനീഷിനെ വിളിച്ച് ആ ശരീരത്തെ ഞങ്ങൾ മറ്റൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുവന്ന് ഇട്ടു എന്നാണ് പോലീസിനോട് മഞ്ജുഷ പറഞ്ഞത്. ഏത് കിണറിനകത്താണ് നിങ്ങൾ നിങ്ങളുടെ മകളുടെ ശരീരത്തെ ഇട്ടത് എന്ന് ചോദിച്ചപ്പോൾ അനീഷ് താമസിക്കുന്ന വീടിനടുത്ത് ഒരു പൊട്ട കിണറുണ്ട്, ആ കിണറിനുള്ളിലേക്ക് ശരീരം ഇട്ടു എന്നാണ് അവർ പറഞ്ഞത്. പോലീസുകാർ ഉടനെ തന്നെ ഈ പറയുന്ന കിണറിനരികിലെത്തി. എന്നിട്ട് ആ കിണറിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് വേസ്റ്റൊക്കെ കൊണ്ടുവന്നിടുന്നൊരു കിണറാണത്. എങ്കിലും ഈ രീതിയിൽ ശരീരം പൊങ്ങി നിൽക്കുന്ന കാഴ്ചയൊന്നും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ശരീരം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി സിമൻറ്റ് കല്ല് മകളുടെ ശരീരത്തിൻ്റെ കൂടെ ചേർത്ത് കെട്ടിയ ശേഷമാണ് കിണറിനകത്തേക്ക് ഇട്ടത് എന്നാണ് അവർ പറഞ്ഞത്. തുടർന്ന് പോലീസുകാർ റെസ്ക്യൂ ടീമിനെ വിളിച്ച് ആ കിണറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഉള്ളിൽ നോക്കിയപ്പോൾ അതിനകത്ത് മീരയുടെ ശരീരം ഉണ്ടായിരുന്നു. ജീർണിച്ച അവസ്ഥയിലായിരുന്നു ശരീരം ഉണ്ടായിരുന്നത്. ജൂൺ 30 മീരയുടെ ശരീരത്തെ കിണറിനകത്ത് നിന്നും വെളിയിലേക്ക് എടുക്കുന്നത്. അതായത് കിണറിനകത്തേക്ക് ഇട്ടിട്ട് 20 ദിവസത്തിന് ശേഷം. അതുകൊണ്ടാണ് ജീർണിച്ച അവസ്ഥയിൽ കാണപ്പെട്ടത്. മീരയുടെ അമ്മയായിട്ടുള്ള മഞ്ജുഷയും മഞ്ജുഷയുടെ സുഹൃത്തായിട്ടുള്ള അനീഷും പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ഈ പറയുന്ന കിണറിനകത്ത് നിന്നും മീരയുടെ ശരീരത്തെ വെളിയിലേക്ക് എടുത്തുവെങ്കിലും മഞ്ജുഷയും അനീഷും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് പോലീസുകാർ തയ്യാറായിരുന്നില്ല. മറ്റെന്തോ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് മീരയുടെ ശരീരത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വെളിയിൽ വരണം. സോ ഓട്ടോപ്സി റിപ്പോർട്ട് കയ്യിൽ കിട്ടാനായിട്ട് പോലീസുകാർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഓട്ടോപ്സി റിപ്പോർട്ട് കയ്യിൽ കിട്ടി. ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചപ്പോൾ പോലീസുകാർക്ക് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. സത്യത്തിൽ അവർ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. മീരയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് മീരയെ ആരോ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ലാതെ ശരീരത്തിനകത്തേക്ക് വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ വീഡിയോ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾക്ക് ഒരിക്കലും ഇത്രയും വലിയൊരു ക്രൂരതയൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് സ്വന്തം അമ്മ മകളോട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ മഞ്ജുഷയെയും അനീഷിനെയും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇത്തവണ അവർ രണ്ടുപേർക്കും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓട്ടോപ്സി റിപ്പോർട്ട് പോലീസുകാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് മുന്നിൽ വെച്ചിട്ടാണ് പോലീസുകാർ ചോദ്യം ചെയ്തത്. അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ മീരയുടെ സ്വന്തം അമ്മയായിട്ടുള്ള മഞ്ജുഷ സമ്മതിച്ചു, ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അവളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന്. ആ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മഞ്ജുഷയും അനീഷും പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് മീര. പഠിക്കാൻ നല്ല മിടുക്കുള്ള കുട്ടി തന്നെയാണ് അവൾ. ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 2 വർഷം മുമ്പാണ് മീരയുടെ അച്ഛൻ മരിച്ചു പോകുന്നത്. മീരയുടെ അച്ഛൻ്റെ ആ മരണം മീരയെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം മീരയും അമ്മയായിട്ടുള്ള മഞ്ജുഷയും നെടുമങ്ങാട്
തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിച്ച് വന്നത്. അമ്മയുടെ കൂടെയാണ് മീര താമസിക്കുന്നത് എങ്കിലും ചില ദിവസം അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് മീര നിൽക്കാറുണ്ട്. അതായത് മഞ്ജുഷയുടെ അമ്മയായിട്ടുള്ള വത്സലയുടെ വീട്ടിൽ. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഞ്ജുഷയ്ക്ക് അനീഷ് എന്ന പേരിലൊരു യുവാവുമായിട്ട് അടുപ്പമുണ്ടാവുന്നത്. ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് അനീഷിൻ്റെ വീട്. അനീഷ് പെയിൻറ്റിങ് ജോലിക്കായിട്ട് മഞ്ജുഷ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർ രണ്ടുപേരും കാണുന്നതും ഇവർ ഇടപഴകുന്നതും ശേഷം അതൊരു അവിഹിത ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നതും. ചില ദിവസങ്ങളിൽ +1 വിദ്യാർത്ഥിയായിട്ടുള്ള മീര വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ വീട്ടിൽ അനീഷ് ഇരിക്കുന്നത് മീര കണ്ടിട്ടുണ്ട്. ഇതാരാണെന്ന് അമ്മയായിട്ടുള്ള മഞ്ജുഷയോട് ചോദിച്ചപ്പോൾ അതെൻ്റെ ഒരു പരിചയക്കാരനാണ്, എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് മാത്രമാണ് മഞ്ജുഷ മകളോട് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും മിക്ക ദിവസങ്ങളിലും അനീഷ് തൻ്റെ വീട്ടിലിരിക്കുന്നത് മീര കണ്ടു. അതുമാത്രമല്ലാതെ കാണാൻ പാടില്ലാത്ത ചില സാഹചര്യത്തിലും അനീഷിനെയും സ്വന്തം അമ്മയെയും മീര കണ്ടു. തുടർന്ന് അമ്മ തന്നോട് നുണ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയ മീര ഈ കാര്യത്തെ ചൊല്ലിയിട്ട്, അനീഷിനെ ചൊല്ലിയിട്ട് അമ്മയോട് നല്ല രീതിയിൽ വഴക്കിടാനായി തുടങ്ങി. ഇനി ഇതൊരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് അമ്മയോട് ആവർത്തിച്ച് പലതവണ പറഞ്ഞു. അനീഷുമായിട്ടുള്ള തെറ്റായ ബന്ധം മകൾ കൈയോടെ പിടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ മഞ്ജുഷ ആദ്യമെല്ലാം മീരയോട് പറഞ്ഞു, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല, നീ എന്തായാലും ക്ഷമിക്കുകയെന്ന്. എന്നാൽ വീണ്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അനീഷും മഞ്ജുഷയും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ ദിവസം ജൂൺ 10, 2019 ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും രാത്രി 8 മണിയോടുകൂടി മീര അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. മീര വീട്ടിൽ നിന്നും പോയതും മഞ്ജുഷ വേഗം അനീഷിനെ വിളിച്ച് വീട്ടിലേക്ക് വരാനായി പറഞ്ഞു. സ്വന്തം അമ്മ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യം അറിയാതെ മീര അമ്മമ്മയുടെ വീട്ടിൽ നിന്നും അമ്മയ്ക്കുള്ള ഭക്ഷണ പൊതിയുമായിട്ട് ഏകദേശം രാത്രി 9:30 വീട്ടിലേക്ക് തിരികെ എത്തി. ആ ദിവസം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. വീടിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മീര നേരെ വീടിനകത്തേക്ക് കയറി. അപ്പോഴാണ് വീടിൻ്റെ റൂമിനുള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ മീര കേൾക്കുന്നത്. മീര എന്താണ് ഇവിടെ ശബ്ദമെന്ന് വിചാരിച്ച് വീടിൻ്റെ ആ റൂമിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ട കാഴ്ച വസ്ത്രമൊന്നുമില്ലാതെ അമ്മയും കാമുകനും കൂടെ ബെഡിൽ കിടക്കുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മകളെ കണ്ടപ്പോൾ മഞ്ജുഷ ഞെട്ടിപ്പോയി, കൂടെ അനീഷും. ശേഷം അവർ രണ്ടുപേരും ചേർന്ന് മീരയെ നല്ല രീതിയിൽ സമാധാനിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ മീരയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ മീര രണ്ടുപേരെയും നല്ല രീതിയിൽ ചീത്ത പറയാനായി തുടങ്ങി. കരഞ്ഞുകൊണ്ട് കട്ടിലിരിക്കായിരുന്ന മീരയെ പെട്ടെന്ന് മഞ്ജുഷ അങ്ങോട്ട് കയറി ചീത്ത പറയുകയാണ്. നിനക്കും നാട്ടിലുള്ള നിരവധി യുവാക്കളുമായിട്ട് ബന്ധമില്ലേ, മോശമായിട്ടുള്ള ബന്ധങ്ങളില്ലേ, അതൊക്കെ ഞാൻ വല്ലതും പറയുന്നുണ്ടോ എന്ന രീതിയിൽ മഞ്ജുഷ തിരിച്ചങ്ങോട്ട് മീരയോട് പറയാനായി തുടങ്ങി. ഇതുകൂടെ കേട്ടപ്പോൾ മീര അവസാനമായിട്ട് അമ്മയോട് പറഞ്ഞു, നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മഞ്ജുഷ പെട്ടെന്ന് മകളെ ഒരുപാട് അടിക്കാനായി തുടങ്ങി. അത് കഴിഞ്ഞ് മകളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ഷോൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് നല്ല രീതിയിൽ പിടിച്ച് വലിച്ച് മുറുക്കി. ഇങ്ങനെ മുറുക്കിയിട്ട് ആ ഒരു കട്ടിലേക്ക് തന്നെ വലിച്ചിടുകയും ചെയ്തു. ഇതിന് ശേഷം അവൾ വീണ്ടും ഒരുപാട് തല്ലുകയാണ്. ഇങ്ങനെ തല്ലുന്നതിനിടയ്ക്ക് അനീഷും ഇവളുടെ അരികിലേക്ക് വന്നിട്ട് അനീഷിൻ്റെ കൈ കൊണ്ട് മീരയുടെ കഴുത്ത് നല്ല രീതിയിൽ ഞെക്കി പിടിച്ചു. ശ്വാസം മുട്ടിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കുറേ സമയം അടിക്കുകയും കഴുത്തിൽ ഞെക്കി പിടിക്കുകയും ചെയ്തതുകൊണ്ട് മീര അവിടെ തന്നെ കുഴഞ്ഞു വീണു. ഈ സമയം അവർ വിചാരിച്ചു മീര മരിച്ചു പോയി എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു പുതപ്പ് കൊണ്ട് മീരയുടെ ശരീരത്തെ ചുറ്റിയിട്ട് ബൈക്കിൽ കയറ്റിയിട്ട് ഇവർ 3 പേരും ചേർന്നാണ് ഈ പറയുന്ന അനീഷിൻ്റെ വീട്ടിനടുത്തുള്ള ആ ഒരു പൊട്ടക്കിണറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഇത്തരത്തിൽ കിണറിനരികിൽ എത്തിയ ശേഷം അവർ രണ്ടുപേരും ചേർന്ന് മീരയുടെ ശരീരത്തെ എടുത്ത് നിലത്ത് വെച്ചു. എന്നിട്ട് ഈ പറയുന്ന കല്ല്, സിമൻറ്റ് കല്ല് ആ ശരീരത്തിനോട് ചേർത്ത് കെട്ടാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. ഈ സമയത്താണ് മഞ്ജുഷ ആ ഒരു കാഴ്ച കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് ജീവനുണ്ട് എന്ന് മഞ്ജുഷ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് ആ സ്ത്രീ ചെയ്ത കാര്യം തൻ്റെ കൈ ഉപയോഗിച്ച് സ്വന്തം മകളുടെ കഴുത്ത് വീണ്ടും അവർ ഞെരിച്ചു. ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മഞ്ജുഷ കഴുത്ത് ഞെരിക്കുന്ന ആ സമയത്ത് അനീഷ് മീരയുടെ ശരീരത്തോട് കല്ല് ചേർത്തി കെട്ടുകയായിരുന്നു. ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ആ ശരീരത്തെ എടുത്ത് കല്ലോടുകൂടി ആ കിണറിനകത്തേക്ക് ഇട്ടു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മഞ്ജുഷ സ്വന്തം അമ്മയെ വിളിച്ചിട്ട് പറയുന്നത്, മകൾ ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി തിരുപ്പതിയിലേക്കാണ് പോയിരിക്കുന്നത്, ഞാനും അന്വേഷിക്കാനായിട്ട് പുറകെ പോവുകയാണ് എന്നെല്ലാം തന്നെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് സ്ത്രീയാണ് അവർ, എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട്
മേരിയുടെ കഴുത്തിൻ്റെ ഇവിടെയുള്ള എല്ലുകളെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. 3 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ഇത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ലാതെ ആ ഒരു കിണറിനരികിൽ വെച്ചിട്ട് മഞ്ജുഷ മകളുടെ കഴുത്തിൽ വീണ്ടും ഞെക്കിപ്പിടിച്ചില്ലേ, ആ സമയത്തും മീര മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് കല്ലെല്ലാം തന്നെ കൂട്ടിക്കെട്ടിയിട്ട് ആ കിണറിനകത്തേക്ക് ഇട്ടപ്പോൾ അപ്പോഴും മീരയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ശ്വാസം മുട്ടിയിട്ട് കൂടിയാണ് മീര മരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറയുന്ന കേസുകൾ ചിലപ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷേ ഇത് സത്യമാണ്. നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ അനീഷും മഞ്ജുഷയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസുകാർ പോലും തകർന്നു പോയി. ഈ കേസ് കൃത്യമായ തെളിവ് സഹിതം കോടതിയിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണെന്നാണ്. ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നതെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കോടതി ഇവർക്ക് വിധിച്ച ശിക്ഷ ജീവപര്യന്തമാണ്, 3.5 ലക്ഷം രൂപ പിഴയും. ഇതുപോലുള്ള കേസുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് നെറുകേടും മനുഷ്യൻ ചെയ്യാൻ തയ്യാറാവും. സോ കേസുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.